ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും അല്ലേ ഇരിക്കുന്നത്. ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഞാൻ രാവിലെ തന്നെ കുളിച്ചണിഞ്ഞൊരുങ്ങിയിട്ട് അമ്പലത്തേക്ക് പോയിട്ട് വരികയായിരുന്നു കേട്ടോ കണ്ടിരുന്നത്. ദൈവവിശ്വാസം അതോ ഭക്തി കൂടിയത് അങ്ങനെയൊന്നല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ അമ്പലത്തേക്കൊക്കെ പോയിട്ട്, നാളായിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രാവിലെയൊക്കെ തൊഴാൻ പോയിട്ട് കുറച്ചായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തലേ ദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ, നാളെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന്. അപ്പോൾ അമ്പലത്തേക്കൊക്കെ പോയിട്ട് വന്നു. ഞാൻ വന്നപ്പോഴേക്ക് രണ്ടുപേരും നെയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സനു ഉള്ള കാരണം കുഞ്ഞാറ്റ് വല്ലാണ്ട് വാശി പിടിക്കുകയോ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടിയിട്ട് കളി തന്നെയായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുട്ടും കടലക്കറിയാണ് കേട്ടോ വെച്ചിട്ട്. ഞാൻ വരുമ്പോൾ തന്നെ പുട്ടുപൊടി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് ഉണ്ടാക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ പുട്ടിന്. പണ്ടൊക്കെ നമ്മൾ പച്ചരിയും അതുപോലെ പുഴുങ്ങലരിയൊക്കെ പൊടിപ്പിച്ചിട്ടായിരുന്നു ഓരോ പലഹാരമൊക്കെ ഉണ്ടാക്കുക. ഇപ്പം എന്താ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെയാണ് കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കാറ്. അതുപോലെ നൂൽപ്പുട്ടിനും ഒക്കെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടിക്ക്. രണ്ടുപേരും അതിലത്തെ കടല മാത്രമാണ് കേട്ടോ പെറുക്കി തിന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം എത്ര പണികൾ ചെയ്താലും പിന്നെയും ഇങ്ങനെ ഓരോരോ പണികൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇതാ വന്ന് നോക്കിയപ്പോഴാണ് കുറേ തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് എല്ലാം നീറ്റാക്കി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ കുഞ്ഞാറ്റ അതൊക്കെ വലിച്ച് വാരിയിട്ട് കൊടുക്കും. ആ റൂമിലാണ് കേട്ടോ. ഈ റൂം ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഈ റൂമിൽ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച സമയത്തായിരുന്നു കുഞ്ഞാറ്റ അതൊക്കെ വലിച്ച് വാരിയിടുമായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ അതൊക്കെ. എല്ലാ ടോയ്സും അതുപോലെ ഒരുപാട് ബൊമ്മക്കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വാങ്ങിച്ചിട്ടെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് സൈക്കിൾ മാത്രമായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് ബർത്ത്ഡേ സെലിബ്രേഷന് കിട്ടിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വണ്ടികളും കൊണ്ട് ഇഷ്ടം പോലെ, ഇവർക്ക് കളിക്കാനൊന്നും ഒരു ഇതുമില്ല, ഇഷ്ടം പോലെ വണ്ടികളാണ് കേട്ടോ. ഈ വണ്ടി കുതിര നമ്മുടെ സനുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ വല്യമ്മ തന്നതാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാ അറിയോ, ഒരാളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ആവശ്യം, അങ്ങനെയാണ്. ഇപ്പം എന്താ പറയുക, സനു ആണ് ഈ വണ്ടി എടുത്തിട്ടെങ്കിൽ കുഞ്ഞാറ്റ് ഭയങ്കര വാശി പിടിക്കും. അതല്ല, സനു ഒതുങ്ങിയിരിക്കുകയാണ്, കുഞ്ഞാറ്റ് ഈ വണ്ടി എടുത്തെങ്കിൽ അപ്പോൾ സനുവിനെ ഔട്ട് ഭയങ്കര വാശി. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടിലും ഉണ്ടാവുക. ചേച്ചി അനിയത്തിമാരും ഭയങ്കര വാശിയിലായിരിക്കും. പിന്നെ ഇതാ ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലഡ്ഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുപേർക്കും കൂടി കൊടുക്കുകയാണ് കേട്ടോ. ലഡ്ഡു കഴിക്കുന്നതിൻ്റെ ഇടയിലും തല്ലും പിടിയും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയെന്ന് പറഞ്ഞാൽ ചെറിയ ആളാണ് കേട്ടോ ഭയങ്കര വികൃതി. എന്താ പറയുക, സാനിക്കുട്ടി മോശമെന്നല്ല കേട്ടോ, അവള് തല്ലുമ്പോൾ ഇവളും തിരിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. ഉറങ്ങി നീച്ച് വന്നാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഈ ഇരിപ്പന്നെയുണ്ട്. സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പം അതുകൊണ്ട് കുറേ നേരം അവൾക്കാണെന്ന് ഉറക്കം അപ്പോൾ മാറിയിട്ടേ ഉണ്ടാവില്ല. അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ പാൽപ്പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. ഞാനൊക്കെ ചെറുപ്പത്തിലാവുമ്പോൾ ഇന്നും അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ക്ലാസ്സും പിടിച്ചിട്ട് പോയിട്ട് ആ ടൈം ആകുമ്പോൾ 8:30 ടൈമൊക്കെ ആവും അവിടെ നട അടിക്കാൻ. അപ്പോൾ പായസം വാങ്ങാനായിട്ട് പോവാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജി തന്നെയാണ് കേട്ടോ. പണ്ടത്തെ പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതെന്താ ഇപ്പം മോശമാണെന്നല്ല കേട്ടോ, ഇപ്പോൾ ഓരോ തിരുമേനിമാരും പൂജാരി അങ്ങനെയൊക്കെ മാറി മാറി വരുമ്പോൾ ഓരോരുത്തർ വെക്കുന്ന വ്യത്യാസമാണ്. പണ്ട് നെയ്യും അതുപോലെ എന്തൊക്കെയോ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പം അത് ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും പായസത്തിനൊരു കുറവില്ല കേട്ടോ. പായസം ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. എന്നെപ്പോലെ തന്നെയുണ്ട് നമ്മുടെ കുഞ്ഞാറ്റയും. ഞാനിതാ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് പായസം വാങ്ങാറുണ്ട്. അപ്പോൾ സനുവിന് തീരെ ഇഷ്ടമല്ല. കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ഇടയ്ക്കിടയ്ക്ക് പായസം വാങ്ങാറുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം മാറി നിൽക്കും, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുഷ്പാഞ്ജലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഓർമ്മ. എന്താ പറയുക, എൻ്റെ നാള് പൂരം നാളായിരുന്നു. പൂരം നാൾ എന്ന് പറഞ്ഞാൽ 13 വയസ്സ് വരെ ഞാൻ പൂരം നാളിലാണ് ഇവിടെ പുഷ്പാഞ്ജലി അതുപോലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയ പ്രസാദമൊക്കെ അങ്ങനെ പറയുമ്പോൾ പൂരം നാളിലാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് ശേഷം എന്താ പറയുക, ജാതകമോ തലക്കുറി ഏറെ സംഭവം എന്ന് എനിക്കറിയില്ല, ജാതകം തോന്നുന്നു. ആ ജാതകം എഴുതിച്ചപ്പോഴാണ് എൻ്റെ നാള് ഉത്ര എന്നറിഞ്ഞത്. അയ്യപ്പൻ്റെ നാളാണല്ലേ. എന്തായാലും 10-13 വയസ്സ് വരെ പൂരം നാളിൽ കഴിച്ചിരുന്ന എൻ്റെ നാള് പെട്ടെന്ന് ഉത്ര നാളിക്കായി. പിന്നെ ഇന്ന് വരെ ഉത്ര നാളിൽ തന്നെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസത്തെ നാള് ചിലപ്പോൾ അത് നാഴിക കണക്ക് വ്യത്യാസം, എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല. എന്തോ ഡിഫറൻറ്റിൻ്റെ അല്ല എന്താ പറയുക, എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട്. ചിലപ്പോൾ ആ ദിവസത്തെ എന്തെങ്കിലും കലണ്ടറിലുള്ള മിസ്റ്റേക്കോ നമുക്കുള്ള മിസ്റ്റേക്കോ എന്തെങ്കിലും കാരണമായിരിക്കട്ടെ നമുക്ക് നാളുകൾ തെറ്റുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ
നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന ആരടുത്തെങ്കിലും ചോദിച്ചിട്ട് വേണ്ട നമ്മൾ ആ നാൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ. പിന്നീട് അങ്ങോട്ട് എൻ്റെ നാൾ ഫുള്ള് ഉത്തരമായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടെന്ന്. അതുപോലെ നമ്മുടെ സനുവിൻ്റെയും കുഞ്ഞാറ്റയുടെ ഒക്കെ നമ്മൾ അറിയാവുന്ന ആളെടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ അവർ നാൾ എടുത്തിട്ടുണ്ടെന്ന്. സനുവിൻ്റെ കാർത്തിക നാൾ നമ്മുടെ കുഞ്ഞാറ്റയുടെ ചോദ്യ നാളുമായിരുന്നു. പിന്നെ ദാ രണ്ടുപേരെയും കുളിപ്പിക്കാനുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും അതെ എണ്ണ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലർജി, പ്രത്യേകിച്ച് സനുവിന്. അപ്പോൾ ഞാനിങ്ങനെ ആഴ്ചയിൽ ശനിയോ ഞായർ അങ്ങനെയൊക്കെയാണ് കേട്ടോ എണ്ണ ഇട്ട് കുളിപ്പിക്കാറില്ല. എന്നും എണ്ണയൊന്നും തേച്ച് കുളിപ്പിക്കാറില്ല. സനുവിന് ഭയങ്കര തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണ് കേട്ടോ എണ്ണ തേക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ആദ്യം കുഞ്ഞാറ്റേനെ കുളിപ്പിച്ച് നിർത്തിയത്. ഇവിടെ എന്താ പറയുക, ഒരാളേനെ കുളിപ്പിക്കാൻ കയറ്റുമ്പോൾ അടുത്ത ആൾ പറയും ഞാനുണ്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. സനുവിനെ പ്രത്യേകിച്ചും ഉണ്ണീനെ ആദ്യം കുളിപ്പിച്ചില്ലേ, അപ്പം അതുപോലെ എന്നെ കുളിപ്പിച്ചില്ലല്ലോ ഫസ്റ്റ്. അപ്പോൾ ആ സ്ഥാനത്ത് നമ്മുടെ സനുവിനെയാണ് ഫസ്റ്റ് കുളിപ്പിക്കാൻ വിളിച്ചെങ്കിൽ അപ്പോൾ തിരുത്തി പറയും ഉണ്ണീനെ രണ്ടാമത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. പിന്നെ അതാ നമ്മുടെ മേക്കപ്പ് റാണി. ഒന്നും ഞാൻ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അവൾ തന്നെ എല്ലാതും ചെയ്യും. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരമൊക്കെ സ്കൂളിൽ വിട്ട് വന്ന് മേലൊക്കെ കഴുകി കഴിഞ്ഞാൽ അവൾ തന്നെയാണ് കേട്ടോ എല്ലാതും റെഡി ആവാറ്. അപ്പോൾ ഇവിടെ അമ്മയൊക്കെ പറയാറുണ്ട് നിനക്ക് സുഖമായില്ലേ, ആ പണി കുറഞ്ഞില്ലേ, അവളെല്ലാം റെഡി ആവുന്നുണ്ട്. നല്ല പോലെ അവൾ കണ്ണൊക്കെ എഴുതി. കണ്ണ് എഴുതാന്ന് പറഞ്ഞാൽ അവൾക്ക് മടിയാണ്, കണ്ണ് എഴുതാൻ ഇഷ്ടമല്ല കേട്ടോ. പുരുകനും പൊട്ടൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ അവൾ ചെയ്യാറുള്ളത്. ഞാൻ ആദ്യമൊക്കെ കൺമഷിയിൽ ബഡ്സ് ഇട്ടിട്ട് അങ്ങനെ പുരുക എഴുതി കൊടുക്കുക. അതേ കൺമഷീനെ കണ്ണ് എഴുതുകയും ചെയ്യാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇങ്ങനെ ആയുർവേദത്തിൻ്റെ കൺമഷിയാണ് നമ്മുടെ കുട്ടികൾക്ക് ഉപയോഗിക്കാറുള്ളത്. ചില സമയത്ത് ഞാനും അത് പെട്ടെന്ന് നമ്മുടെ കണ്ടില്ലെങ്കിൽ ഞാൻ അതെടുത്ത് എഴുതാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ സനു പറഞ്ഞ് കൺമഷി വേണ്ട, ഇപ്പോൾ ഞാൻ സ്റ്റിക്ക് കണ്ണ് എഴുതുന്ന സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം അധികം പുരുകൊക്കെ എഴുതിക്കാറ്. ഓരോ സമയത്തും ഓരോ പോലെയാണ്. ഒരു ദിവസം ഇപ്പോൾ കന്മഷി കൊണ്ട് എഴുതി കൊടുത്താൽ പറയും ഇന്നലെ കന്മഷി കൊണ്ട് എനിക്ക് എഴുതി തന്നതല്ലേ, അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് എഴുതി, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെന്താ അതിൻ്റെ ഇടയിൽ സ്കൂളത്തെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ കാണിച്ച താഴത്ത് വന്ന് നിന്നിട്ട് എന്തൊക്കെയോ വിക്രസ് കാണിക്കുന്നുണ്ട്. ഓരോന്ന് എടുത്ത് മാറ്റിലായിരുന്നു കേട്ടോ. എന്താ ഇപ്പം സനുവിനെ കണ്ണ് എഴുതാനും പൊട്ട് തൊടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഉമ്മർത്ത് പൗഡറോ കന്മഷിയൊക്കെ കൊടുന്ന് വെച്ചാൽ പിന്നെ അത് കാണില്ല. പൗഡർ മൊത്തം നിലത്ത് കൊട്ടിയിട്ട് കുഞ്ഞാറ്റ കളിക്കുന്നുണ്ടാവുക കേട്ടോ ചെയ്യാറില്ല. പിന്നെന്താ, ഇതിലത്തെ കമൻറ്റ് സെക്ഷൻ ചിലപ്പോൾ ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അധികം കുട്ടികളുടെ അല്ലേ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇടുമ്പോൾ നമ്മുടെ പിള്ളേരുടെ അല്ലേ നമ്മൾ അധികം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കമൻറ്റ് സെക്ഷൻ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അധികം വീഡിയോസിനൊക്കെ കമൻറ്റ് സെക്ഷൻ ഓഫ് ആവാറുണ്ട്. എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അല്ല ഏട്ടൻ ചില സമയത്തൊക്കെ വിളിച്ച് പറയാറുണ്ട് സാന്തു കമൻറ്റ് ഓഫ് ആയിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, കുട്ടികളുടെ ഇട്ട കാരണമായിരിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് സെക്ഷൻ ഓഫ് ആവുന്നത്. അതുപോലെ തന്നെ ഞാനും വിചാരിക്കാറുണ്ട് എന്നും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ എന്നും വിചാരിക്കും. പക്ഷെ എന്താ പറയുക, കണ്ടൻറ്റിൻ്റെ നല്ലൊരു പ്രശ്നം തന്നെയുണ്ട്. നമുക്ക് കണ്ടൻറ്റ് എന്താ ഇടണ്ടേ എങ്ങനെ കിട്ടുമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാനെന്താ ഡെയിലി നമ്മുടെ വീട്ടിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഓരോന്ന് വീഡിയോസ് എടുക്കും. പക്ഷെ ചില സമയത്താണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല, ചിലപ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയവും കിട്ടില്ല. അതൊക്കെയാണ് കേട്ടോ പ്രശ്നം. എന്നും വീഡിയോ ഇടണം എന്നുണ്ടെങ്കിലും ചിലപ്പോൾ സാധിക്കാറില്ല. ഇതേ കണ്ടില്ലേ ആള് കണ്ണ് എഴുതാനോ പൊട്ട് തൊടാനോ ഒന്നും സമ്മതിക്കാറില്ല. അധികം ഞങ്ങളുടെ കുളി കഴിഞ്ഞ് എപ്പോഴാണോ ഉറങ്ങുന്നത് ആ ടൈമിലാവട്ടോ എഴുതാൻ പറ്റാറില്ല. ചിലപ്പോൾ അതും പറ്റാറില്ല. ചിലപ്പോൾ അവളിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിലും ചില സമയത്തൊന്നും സമ്മതിക്കാറില്ല കേട്ടോ. അപ്പോൾ അധികം കണ്ണ് എഴുതാറില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അവളുടെ കണ്ണ് ഇങ്ങനെ ഒരു വെള്ള കളറായിട്ട് നിൽക്കുക. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ചീത്ത പറയാറുണ്ട് കേട്ടോ, കൂട്ടരെ കണ്ണ് എഴുതിക്കാനിട്ട് കണ്ണ് വെള്ളാരം കണ്ണ് പോലെ നിൽക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യുക, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കണ്ണ് എഴുതാനൊന്നും അവൾ സമ്മതിക്കാറില്ല. പിടിയും വലിയായ പിന്നെ ഭയങ്കര വാശിയും കരച്ചിലാവും. അങ്ങനെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം നമ്മുടെ കുഞ്ഞാറ്റയുടെ കണ്ണും പൊട്ടൊന്നും എന്താ എഴുതി കൊടുക്കാത്തതെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും. ചില വീഡിയോസിലൊന്നും കുഞ്ഞാറ്റയ്ക്കും കണ്ണും പൊട്ടൊന്നും എഴുതി കൊടുക്കാറില്ല. അപ്പോൾ ഇതാണ് കാരണം, ഒന്നിനും സമ്മതിക്കാറില്ല. പിന്നെ അതാ മരുന്ന് കഴിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. ഇതിൽ 2 മരുന്നുണ്ട് കേട്ടോ. എന്താ നമ്മുടെ കുഞ്ഞാറ്റ തീരെ ഫുഡൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു മരുന്ന് ഭയങ്കര ടേസ്റ്റാണ്, അത് മാത്രമേ അവൾ കഴിക്കുന്നുള്ളൂ കേട്ടോ. മറ്റേ മരുന്ന് ഒക്കെ തുപ്പി കളയുകയായിരുന്നു. മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ 2 പേർക്കും മടിയുള്ള ഒരു കാര്യമാണ്. ഇന്ന് എന്താണാവോ ഓരോ വായൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടെന്ന്. കറക്റ്റ് 5 ml എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുക്കണത് എനിക്ക് ചിലപ്പോൾ 3 ml ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ അടുപ്പിൽ കുറച്ചേശ്ശെ അങ്ങനെ എടുത്ത് കൊടുക്കുക ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ നിലത്ത് കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചാണ് എടുത്ത് കൊടുക്കാറുള്ളത്.
അതുപോലെ തന്നെ നമുക്ക് എന്തൊരു കാര്യത്തിനും നെഗറ്റീവും പോസിറ്റീവും എല്ലാതും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആദ്യം എല്ലാവരും നെഗറ്റീവായിരിക്കും പറയുക. അത് ഞാൻ പറയാൻ കാരണം ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 9 മാസത്തോളമായിട്ടുണ്ട്. 9 മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിൻ്റെ ടൈമിലൊക്കെയാണ് കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം മുതലേ നെഗറ്റീവ് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതേ ആൾക്കാർ തന്നെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്തൊരു കാര്യത്തിനും എന്താ പറയുക, നമ്മുടെ വീട്ടുകാരനെ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ എല്ലാവരും സപ്പോർട്ടാണ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഇവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, ഞാൻ ഈ വീഡിയോ എടുത്ത് കൂട്ടുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല. കുട്ടികളുടെ ആയാലും ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് നടക്കുന്നുണ്ട്. ഇവർ സപ്പോർട്ടാണെന്നും അല്ല എന്നും പറയാൻ പറ്റും കേട്ടോ. ഇവർക്കിത് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, അതാണ് സത്യം. പിന്നെന്താ ഏട്ടൻ്റെ കാര്യം പറയുകയെന്ന് വെച്ചാൽ ഏട്ടൻ 50-50% ആണെന്ന് തന്നെ പറയുക. ചില സമയത്ത് 100% എന്നും പറയാൻ പറ്റും. അതെന്താ അറിയോ, ചില ടൈമിൽ വീഡിയോസൊക്കെ എവിടെ പോകുമ്പോൾ എടുക്കുമ്പോൾ പറയും എന്താ ഇവിടെ പുറത്തേക്ക് വന്നിക്കുകയാണ്, ഒന്ന് എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കാനാണ്, അതിൻ്റെ ഇടയിൽ നീ ഫോണും പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. ചില സമയത്ത് ഫുള്ള് സപ്പോർട്ടുമാണ് കേട്ടോ. ഏട്ടന് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് നിൽക്കും. പക്ഷെ ചില ടൈമിൽ ആളൊരു പ്രത്യേക ക്യാരക്ടറാണ്. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഏത് നേരം ഫുഡ് അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ, അങ്ങനെ ഒരു എന്താ പറയുക നെഗറ്റീവ് പറയുന്നു കേട്ടോ. ചില ടൈമിൽ ഏട്ടൻ തന്നെ എടുത്തു തരും. ഞാൻ പറഞ്ഞ പോലെ ചില ടൈമിൽ ഒരു നെഗറ്റീവ്. എൻ്റെ വീട്ടിലാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. അനിയന്മാർ 2 പേരും അവർക്ക് തീരെ ഇഷ്ടമില്ല. എന്താ പറയുക, എൻ്റെ അടുത്ത് അവർ പറയാൻ എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്നത്, വെറുതെ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. എന്താ പറയുക, അപ്പം ഞാനൊന്നേ പറയുള്ളൂ, നിങ്ങൾ കാണണ്ട, എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണ്ട, ഇഷ്ടമില്ലാത്തവരാരും കാണണ്ട. എനിക്കൊരു ഭയങ്കര വാശിയാണ് കേട്ടോ, അവർക്ക് മുന്നിൽ ജയിച്ച് കാണിക്കണം. ഇത് യൂട്യൂബിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി അവർക്ക് മുന്നിൽ ജയിച്ച് കാണിക്കണം എന്ന് ഭയങ്കര വാശിയാണ് കേട്ടോ. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, അതിപ്പോൾ വീട്ടുകാരായാലും നാട്ടുകാരായാലും സ്വന്തക്കാരായാലും അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ നിന്ന് നമുക്ക് അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും അതിലൊന്നും പതറാണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, അതിൽ നമുക്ക് സക്സസ് കണ്ടെത്താൻ പറ്റും. എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ മറ്റൊരു യൂട്യൂബ് ചാനലായ നമ്മുടെ പായൂസ് വ്ലോഗിലത്തെ സനച്ചേച്ചിയാണ് കേട്ടോ. ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് ഈ യൂട്യൂബേഴ്സൊക്കെ ഭയങ്കര ജാടയാണ്, അഹങ്കാരം പിടിച്ചവരാണെന്നൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം, നമ്മൾ സംസാരിച്ചിട്ട് നമ്മളെ മൈൻഡ് ചെയ്യാത്തവരുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ പായൂസ് വ്ലോഗിനെ കാണുന്നത്. പക്ഷേ അവർ 3 വർഷം മുന്നേക്ക് ഈ ചാനൽ അവർ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ചാനൽ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ആ ചേച്ചിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോഴും കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ യൂട്യൂബിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഡൗട്ടുകളൊക്കെ ഞാൻ ചേച്ചിയുടെ അടുത്താണ് ചോദിക്കരുത്. ചേച്ചി ഒരു മടിയും കൂടാതെ എനിക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ പായൂസ് വ്ലോഗ് കണ്ടിട്ട് എനിക്കുള്ള മോട്ടിവേഷന് നമുക്ക് എന്താ ഒരു വീഡിയോ എങ്ങനെ ചെയ്യണമെന്നും എന്താ പറയുക, കണ്ടൻറ് ഇല്ലാത്ത സനച്ചേച്ചിക്ക് കണ്ടൻറ് ചേച്ചി തന്നെ ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഞാനും ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി നല്ല പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മുടെ പായൂസ് വ്ലോഗ് നല്ലൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും ആ ചേച്ചീനെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് ഉച്ച ടൈമായപ്പോൾ പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് നമ്മളിവിടെ മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല, അയിലൊക്കെ ആയിരുന്നു. പിന്നെ ഇത് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച്, അപ്പോൾ ഞാൻ ഡയറ്റായ കാരണം ഷെയ്ക്കാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടെന്ന്. റോബസ്റ്റ് പഴവും അതുപോലെ ഓട്സൊക്കെ ചേർത്തിട്ട് ഞാൻ ഷെയ്ക്ക് എന്നല്ല കേട്ടോ, എന്താ പറയുക, സ്മൂത്തി ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടെന്ന്. പല ടൈമിലെടുത്ത വീഡിയോ ആണിട്ടത്. ഒരു വൈകുന്നേരം ഒരു 4 മണി 5 മണി ടൈമിൽ ഇവിടെ മുള്ള മരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മുള്ളായിരുന്നു കേട്ടോ. കടലാസ് പൂ, ആ പൂവ് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു റോസ് കളർ കടലാസ് പൂവില്ല, അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ അതാ വൈകുന്നേരം അല്ല കേട്ടോ, രാത്രി 11 മണി ടൈമാണ്. ഈ ടൈമിൽ പുറത്ത് എന്നല്ലേ, നല്ല മഴയാണ് കേട്ടോ പുറത്ത് പെയ്യണത്. ഏട്ടൻ വരുന്ന ദിവസമാണ്. ഏട്ടൻ ഒരു 6 മണി 7 മണിക്ക് വിളിച്ച് പറയുകയാണ് ഞാൻ വരുന്നുണ്ട് എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ടൈമിൽ നീച്ചിട്ടതാ, കണ്ടില്ലേ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഉറക്കമപ്പിലായിരുന്നു കേട്ടോ. ഒന്ന് ചെറുതായിട്ട് കണ്ണടച്ചിട്ടുണ്ടായിരുന്നു, ദേ കണ്ടില്ലേ.
ഇതുവരെയായിട്ട് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 11 മണിയായിട്ട് ഞങ്ങൾക്ക് ഉറക്കില്ല. അച്ഛനെ കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ കുട്ടി. പിന്നെന്താ, സാനു എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, അച്ഛൻ വരുന്ന കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടാ എന്താ തടി വെച്ചിണ്ടാ? തടി വെച്ചോ? എന്ത് മഴ? ഇതെന്ത് സംഭവം നനയാത്ത ബാഗ്? ചേച്ചിയുടെ മോട്ടച്ചിക്ക് ഉറക്കൂലേ? ആരാ വന്നേ? അച്ഛാ അച്ഛാ എന്താ പറഞ്ഞ്? എന്താ പറഞ്ഞ്? ആരാ വന്നിക്കണേ? ആരാ വന്നിക്കണേന്ന്? അതാ അച്ഛനുള്ള മീനൊക്കെ വെക്കണു. അതാ മയ മയ ഒരു മല്ല അച്ഛനും പാട്ടിക്ക കണ്ടില്ല. സാനി എവിടെ? സാനി സാനി എവിടെ? എന്ത് ഞാൻ കഴിക്കായിരുന്നു? കുട്ടികളുടെ